സുരേഷ അയ്യലൂർ കൂടി ചേരുന്നു നമ്മോടൊപ്പം തിരുവനന്തപുരത്ത് നിന്നും. സുരേഷ, അവിടെ ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ നിലയിൽ റോഡ് പണികൾ നടക്കുന്ന ഘട്ടമാണ്. മഴ വലിയ നിലയിൽ നഗരവാസികളെ ദുരിതത്തിലാക്കിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും നികേഷ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതേ അവസ്ഥ തന്നെയാണ് തലസ്ഥാനത്തുള്ളത്. എപ്പോൾ മഴ പെയ്താലും ഈ പറഞ്ഞതുപോലെ സാധാരണ രീതിയിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലാകാറുണ്ട് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ഈ സ്മാർട്ട് റോഡിന്റെ ഒരു പണി കൂടി നടക്കുന്നതോടുകൂടി ഈ കുഴികളിൽ വെള്ളം നിറയുന്നതും വലിയ തോതിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് എന്നതാണ്. ഇന്ന് ഇപ്പോൾ മഴ ഏതായാലും നേരിയ തോതിൽ ശമനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നലെ രാത്രിയിലൊക്കെ തന്നെ ശക്തമായ മഴ തിരുവനന്തപുരത്തെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി പല താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ടുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൈമനം ഭാഗത്താണ്. ഇവിടെയും ഈ താഴ്ന്ന പ്രദേശങ്ങളടക്കം ഇതേ രീതിയിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. പക്ഷേ ഒരു മണിക്കൂറോളം മഴ ശമിച്ചതുകൊണ്ട് വെള്ളക്കെട്ട് ഇറങ്ങുന്നുണ്ട് എന്നതാണ് ഇവിടെയുള്ള നാട്ടുകാർ പറയുകയും ചെയ്യുന്നത്. പലയിടങ്ങളിലും ഇത് സമാനമായ രീതിയിലായിരുന്നു. തലസ്ഥാനത്തെ നഗര പ്രദേശങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലാവുന്നു. ഒപ്പം തന്നെ മലയോര മേഖലയിൽ ഇപ്പോഴും മഴ തുടരുന്ന ഒരു പശ്ചാത്തലമാണ്. അതുകൊണ്ട് തന്നെ പല മേഖലകളിലും ഈ വീടുകളിലടക്കം വെള്ളം കയറുന്നൊരു സ്ഥിതിവിശേഷം കൂടി ഉണ്ടായിരുന്നു. പലയിടത്തും ഈ നെടുമങ്ങാട്, വെമ്പായം ഭാഗത്തൊക്കെ പല വീടുകളിലും വെള്ളം കയറി ബുദ്ധിമുട്ടിലായിട്ടുണ്ട്. കാട്ടാക്കട ഭാഗങ്ങളിലൊക്കെ തന്നെയും പല മേഖലകളിലും ഈ വീടുകളിൽ വെള്ളം കയറി ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണുകയും ചെയ്തതാണ്. ഇനി ഇതേ രീതിയിൽ മഴ തുടരുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. മറ്റൊരു കാര്യം, ഈ മഴക്കാലപൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു ഈ ഓടകളുടെ നിർമ്മാണം, അല്ലെങ്കിൽ ഈ ഓടകൾ വൃത്തിയാക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നില്ല എന്നതാണ്. ഒരുപക്ഷെ ഈ റോഡിൽ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് തന്നെ ഈ റോഡിന്റെ ഒരു വശത്ത് ഓടയാണ്. പക്ഷേ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് അത് ഓടയുടെ ഭാഗമാണ്. പക്ഷെ ഇപ്പോഴും ഈ വെള്ളക്കെട്ടായത് കാരണം അത് ഏതാണ് ഓട അല്ലെങ്കിൽ ഏത് ഭാഗത്താണ് റോഡ് എന്ന് കൃത്യമായി അറിയണമെങ്കിൽ ഈ വഴി സഞ്ചരിക്കുന്നവർ മാത്രമായിരിക്കണം. അല്ലാത്ത പക്ഷേ നമ്മളൊരു പക്ഷേ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പോലും കൂടുതൽ പേർ നമ്മളോട് ഒരു ഭാഗത്തേക്ക് പോവരുത്, അവിടെ ഓടയാണ്, ഈ ഓടകൾ തന്നെ പൂർണ്ണമായും അടച്ചിട്ടിരിക്കുന്ന സ്ഥിതിയല്ല, അതുകൊണ്ട് വീഴാനുള്ള സാധ്യതയുണ്ട് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ തരുന്നൊരു സ്ഥിതിയാണ്. അത് അറിയാതെ വരുന്നവർക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നുള്ളതാണ്. ഇതേ രീതി തന്നെയാണ് പല ഭാഗങ്ങളിലും ഉള്ളത്. നേരത്തെ നമ്മൾ കാലടി ഭാഗത്ത് പോയപ്പോഴും റോഡുകളിലൊക്കെ തന്നെയും വെള്ളക്കെട്ട്, ഈ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെയും വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ തുടരുന്നൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ളൊരു സ്ഥിതിവിശേഷമാണ് ഏതായാലും തലസ്ഥാനത്ത് കാണാൻ പറ്റുന്നത്. ഈ പറഞ്ഞതുപോലെ ഈ വാഹനം പോകുന്നത് മാത്രമല്ല, ഈ കാൽനട യാത്രക്കാർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. നേരത്തെ ഈ കൊച്ചിയിൽ പറഞ്ഞതുപോലെ തന്നെ ഇരുചക്ര വാഹനങ്ങൾക്കൊക്കെ വരാനുള്ള ഒരു വലിയ ബുദ്ധിമുട്ടുണ്ട്. പലപ്പോഴും ഈ സ്ഥാപനങ്ങളിലേക്കും ഈ വീടുകളിലേക്കുമൊക്കെ വെള്ളം രൂക്ഷമായി കയറുന്നുണ്ട് എന്നതാണ്. ചേട്ടാ, ബുദ്ധിമുട്ടുണ്ടോ ഈ വെള്ളക്കെട്ട്? 10 ദിവസം കട തുറക്കാൻ പറ്റണില്ല, ഒരാൾക്ക് പുറത്ത് പോകാൻ പറ്റണില്ല, റോഡ് മൊത്തം പൊട്ടി കിടക്കണം, ആൾ താഴെ വീണും. നൈറ്റിലേക്ക് ഇതിൽ ഒരാൾക്ക് പോകാൻ പറ്റാത്ത കണ്ടീഷനാണ്. കഴിഞ്ഞ 10 വർഷം ഈ പ്രോബ്ലം സോൾവ് ആവാനില്ല. ഇവിടെ പ്രധാന പ്രശ്നം എന്താണ്? ഓട ഒന്നും ഇല്ല. ഓട അങ്ങോട്ട് വെള്ളം പോകാനേ ഇല്ല, ബ്ലോക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ പകുതി പോയിട്ട് അങ്ങോട്ട് പോകാനൊന്നും സംവിധാനം ഇല്ല. ഇന്നലെയൊക്കെ ശക്തമായ മഴയായിരുന്നു. ഇന്നലെ വലിയ ശക്തമില്ല, ചെറിയ മഴ വരുമ്പോൾ തന്നെ ഈ പ്രോബ്ലം ഉണ്ട്. ഇവിടെ ഒരു മഴ വരും, ഒരാഴ്ചയുടെ അവധി. കണ്ടിന്യൂസ് മഴ ആണെങ്കിൽ എല്ലാ പ്രോബ്ലം. മേലോട്ട് വെള്ളം കയറും, വണ്ടി പോകുമ്പോൾ മൊത്തം വെള്ളം അകത്ത് കയറും. കട തുറക്കാൻ പറ്റണില്ല, 10 ദിവസം കട മുടക്കാണ്. ഒരാൾക്ക് വരാൻ പറ്റണില്ല, ഒരാൾക്ക് പോകാൻ പറ്റണില്ല. കഴിഞ്ഞ 10 വർഷം ഈ പ്രോബ്ലം ഉണ്ട്. ചെറിയ മഴ ഉണ്ടെങ്കിൽ തന്നെ വലിയ തോതിൽ വെള്ളക്കെട്ടുണ്ടാകുന്നു. തുടർച്ചയായി 10 വർഷങ്ങൾ ഇതാണ് സ്ഥിതി എന്നാണ് നാട്ടുകാർ വിശദീകരിക്കുന്നത്.